പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്തെ പ്രത്യേകമായി ആരാധിക്കുന്ന ഈ മാസത്തിൽ ഇന്ന് ഈ തിരുരക്തത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പങ്കിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഏറ്റവും പുതിയതും ശാശ്വതവുമായ നിയമത്തിൻ്റെ രക്തമായ രക്ഷയുടെ നിഗൂഢമായ വീഞ്ഞ് നിറച്ചുവെച്ച മധുരമനോഹരമായ മുന്തിരി വിളയിച്ച മുന്തിരിവള്ളിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകാമറിയം. ഏദൻ തോട്ടത്തിൽ വെച്ച് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കുമിടയിൽ ശത്രുത ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പരാമർശിക്കുന്നത് അമലോത്ഭവയായ കന്യകാമറിയത്തിൽ നിന്ന് ഉത്ഭവിച്ച യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ രക്തത്തെക്കുറിച്ച് തന്നെയല്ലേ? അങ്ങനെ പ്രഭാതതാരമായ അമലോത്ഭവമറിയവും അവിടുത്തെ പരിശുദ്ധപുത്രനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തവും ഒരു പുതിയ ആത്മീയതയുടെ ഉദയമായിത്തീരുന്നു. ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ നഷ്ടമാക്കപ്പെട്ട പറുദീസായുടെ ആർദ്രമായ തിളക്കം ചൊരിയുന്ന രണ്ട് മധുര സ്മരണകളാണ് ജനിക്കുന്നതിനും 4000 വർഷങ്ങൾക്ക് മുൻപ് വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധ കന്യകയും ലോകാരംഭം മുതലേ ബലിയായിത്തീർന്ന കുഞ്ഞാടും. വിശുദ്ധ ഹിൽഡെഗാർഡ് തൻ്റെ വെളിപ്പെടുത്തലുകളിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പ്രഭാതത്തിൻ്റെ പ്രഭാതം എന്ന് വിശേഷിപ്പിക്കുന്നു. കാരണം പരിശുദ്ധ കന്യക അവളുടെ ഉദരത്തിൽ പ്രകാശകിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന നമ്മുടെ രക്ഷകന്റെ രക്തം ഒളിപ്പിച്ചു വെച്ചു. ആദത്തിൻ്റെ പാപം മൂലം ദൈവിക ഛായയിൽ നിന്നും വീണുപോയ മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നതിനായി ദൈവപുത്രൻ സ്വയം ശൂന്യനായി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ രൂപത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. എന്നാൽ ദൈവം തൻ്റെ ശാശ്വത ജ്ഞാനത്താൽ രക്തം ചിന്താതെ പാപമോചനവും അതിലൂടെയുള്ള മനുഷ്യൻ്റെ ദൈവപുത്ര സ്ഥാനത്തേക്കുള്ള വീണ്ടെടുപ്പും ഉണ്ടാകില്ലെന്ന് വിധിച്ചതിനാൽ ദൈവത്തിൻ്റെ കൽപ്പനയോടുള്ള ആദരവുകളോടെ ക്രിസ്തുവിന് മുൻപ് 4000 വർഷത്തോളം രക്തമൊഴുകപ്പെട്ടു. ബലികളിൽ ചൊരിയപ്പെട്ട മൃഗങ്ങളുടെ ഈ രക്തം ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ഒരു പ്രതീകം മാത്രമായിരുന്നു. കാരണം ദൈവികമായ ഒരു ബലിമൃഗത്തിലൂടെ മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിന് ദൈവപുത്രന് ഭൂമിയിൽ ഒരു അമ്മ ആവശ്യമായിരുന്നു. അവൻ മനുഷ്യവംശത്തിൽ നിന്ന് ജന്മം കൊള്ളേണ്ടതിനാൽ ആദത്തിൻ്റെ സന്തതിയായി ജനിക്കപ്പെട്ട ഒരു മകളിൽ നിന്നും തനിക്ക് മനുഷ്യരൂപം സ്വീകരിക്കുന്നതിനാവശ്യമായ രക്തം ദൈവപുത്രന് വേണമായിരുന്നു. വചനം പറയുന്നു, മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കാകുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കായി. അങ്ങനെ ദൈവത്തിൻ്റെ ഈ ആവശ്യം അത്ഭുതകരമായ മഹാരഹസ്യത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിസാരയും വെറുമൊരു തൊഴിലാളിയുടെ മകളുമായ മറിയത്തിൻ്റെ അടുത്തേക്ക് സ്വർഗത്തിലെ പ്രധാന ദൂതൻ മഹാനായ ഗബ്രിയേൽ അയക്കപ്പെട്ടു. ഒരുപക്ഷെ ലോകത്തിന് അവൾ നിസാരയായിരിക്കാം, എന്നാൽ അവളെ കളങ്കമേശാതെയും എല്ലാ കൃപകളാലും നിറച്ചും ദൈവം ഒരുക്കിയിരുന്നു. അവളുടെ ആത്മാവ് ദൈവിക വിശുദ്ധിയുടെ പ്രതിഫലനമാണ്. ദൈവകൃപ നിറഞ്ഞവളെ വന്ദനം, കർത്താവ് നിന്നോടുകൂടെ എന്ന് തുടങ്ങുന്ന ഗബ്രിയേൽ ദേവദൂതന്റെ അഭിസംബോധനയ്ക്കും സന്ദേശത്തിനുമൊടുവിൽ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന മറിയത്തിൻ്റെ മറുപടിയിലൂടെ ദൈവത്തിൻ്റെ വചനം മാംസമായി തീർന്നു. സിരകളിൽ ആദാമിൻ്റേതുപോലെ തെളിമയുള്ള ദൈവത്തിൻ്റെ ശ്വാസം തിളങ്ങിക്കൊണ്ടിരുന്ന രക്തവും ഉറങ്ങുന്ന മനുഷ്യന്റെ വാരിയലിൽ നിന്നും ഊരിയെടുത്ത് ദൈവത്താൽ മെനഞ്ഞെടുക്കപ്പെട്ട ഹവ്വായുടേതുപോലുള്ള പരിശുദ്ധമായ മാംസവും ദൈവത്തിൻ്റെ ആത്മാവും ചേർന്ന് മഹത്വമേറിയ മനുഷ്യത്വം മറിയം യേശുവിന് നൽകി. പരിശുദ്ധാത്മാവാണ് ഇത് രൂപപ്പെടുത്തിയത്. പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ ശിശുവായിരുന്നപ്പോൾ യേശുവിൻ്റെ സിരകളിലൂടെ ഒഴുകിയ തിരുരക്തം പരിശുദ്ധ മറിയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. മറിയത്തിൻ്റെ ജീവനിൽ യേശു ജീവിച്ചു. യേശു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ വിലയേറിയ തിരുരക്തം മറിയം തൻ്റെ അമലോത്ഭവ ശരീരത്തിൽ നിന്നും നൽകി. യേശുവും മറിയവും തമ്മിലുള്ള ഐക്യം എത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. മറിയം ദൈവത്തെ ഗർഭപാത്രത്തിൽ വഹിക്കുക മാത്രമല്ല,
ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിനുള്ള ശരീരത്തെ രൂപപ്പെടുത്തുക കൂടി ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ അതിമഹത്വമേറിയ പരിശുദ്ധിയെ അതിശയിക്കാനാകില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്താൽ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഈ ആത്മാവിനാൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ യഥാർത്ഥത്തിൽ ജ്ഞാനികളും അവിടുത്തെ ആശ്വാസത്തിൽ എന്നേക്കും ആനന്ദിക്കുന്നവരുമാകട്ടെ. ആമേൻ.